ഈ കശ്മീരിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതാണ്. അതിനൊപ്പം പുറകോട്ടുള്ള ഒരടിയാണ് പറ്റിയിരിക്കുന്നത്. കാരണം അവിടുത്തെ ജനജീവിതം തന്നെ ഒരു ഉയർച്ചയിൽ വന്നതാണ്, സമ്പദ് വ്യവസ്ഥയിലും വിപണിയും ഒക്കെ തന്നെ. അതിലാണിപ്പോൾ തകർച്ച സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം ടൂറിസം ഭൂപടത്തിൽ നിന്ന് കശ്മീരിനെ എന്നേക്കുമായി മായ്ക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വേണം കരുതാൻ. കാരണം ടൂറിസം ത്രൈവ് ചെയ്യുന്ന എക്കാലത്തെയും ഏറ്റവും മികച്ച ഒരു ടൂറിസ്റ്റ് ഔട്ട്പുട്ടാണ് ഇൻ ടേംസ് ഓഫ് നമ്പർ കാശ്മീരിൽ കഴിഞ്ഞ 2024 വർഷമുണ്ടായത്. അവിടെ കടന്നു വന്ന അമർനാഥ് യാത്രയും മറ്റ് തീർത്ഥയാത്രകളും ഒഴിവാക്കി നിർത്തിയാൽ അതേക്കാലത്ത് നടന്നതാണ്. വിനോദസഞ്ചാരത്തിന് വേണ്ടിയും സൈറ്റ് സീയിങ്ങിന് വേണ്ടിയും മാത്രമായി എത്തിയത് 29 ലക്ഷം പേരാണ്. അത് ഇന്ത്യക്കുള്ളിൽ നിന്ന്, ഇന്ത്യക്ക് പുറത്തു നിന്ന് അനേക വിദേശ സഞ്ചാരികൾ. അപ്പോൾ കാശ്മീർ എന്ന് പറയുന്നത് സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്ന് ദേശവ്യാപകമായി, അതുമാത്രമല്ല ഇൻ്റർനാഷണൽ ടൂർ ഓപ്പറേറ്റേഴ്സും ഒരു ഹോട്ട് ഡെസ്റ്റിനേഷനായി കാശ്മീരിനെ കരുതുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഉയർച്ചയുണ്ട്. 27 ലക്ഷം, 2022 25 ലക്ഷം. അപ്പോൾ കോവിഡ് സമയത്ത് തകർന്നടിഞ്ഞ ആ ഒരു വ്യവസ്ഥ ഒരു 40,000-ഓളമായി കുറഞ്ഞതാണ് ടൂറിസ്റ്റ് വരവ്. അപ്പോൾ കാശ്മീരിൻ്റെ കാര്യമായ മറ്റ് ഇൻഡസ്ട്രി, ഹെവി ഇൻഡസ്ട്രി ഒന്നും തന്നെ കാശ്മീരിലില്ല. ആപ്പിൾ അല്ലാതെ മറ്റ് കാര്യമായ കൃഷി കാര്യങ്ങൾ പറയാനില്ല. അങ്ങനെയെങ്കിൽ ടൂറിസം കൊണ്ട് മാത്രം ജീവിച്ചു പോകേണ്ട ഒരു ജനത. ഇനി നോക്കൂ, അവരുടെ ടാർഗറ്റ് എന്താണ്? സൈനികരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പുൽവാമയിൽ സംഭവിച്ചത് CRPF ജവാന്മാരെയാണ്, 40 പേരെയാണ് വകവരുത്തിയത്. അത് സൈനികമായ ആക്രമണമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതങ്ങനെയല്ല. സാധാരണക്കാരായ ജനങ്ങൾ കാശ്മീരിന് പുറത്തു നിന്ന് കാശ്മീർ കാണാനായി എത്തിയ ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നു. 2 ആംഗിൾ അതിനകത്തുണ്ട്. അതിലൊന്ന് ഈ കസ്തൂരി ഉൾപ്പെടെയുള്ള, കാരണം TRFിൻ്റെ ഡെപ്യൂട്ടി കമാൻഡൻ്റായ കസ്തൂരിയാണല്ലോ സൈഫുദ്ദീൻ കസ്തൂരി. അപ്പോൾ സൈഫുള്ള കസ്തൂരിയുടെ തണ്ടറിങ് സ്പീച്ചസ് പാകിസ്ഥാനിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം അതിൻ്റെ ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്, കാശ്മീർ ഞങ്ങൾ 2026 ഫെബ്രുവരിയിൽ കാശ്മീർ ഭാരതത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുമെന്ന ഉറപ്പാണ് പാകിസ്ഥാൻ ജനതയ്ക്കും കാശ്മീർ ജനതയ്ക്കുമായി പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട്. പാകിസ്ഥാൻ 3 ഇടത്താണ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 3 ഇടത്ത് നിന്നുകൊണ്ട് പറയുകയാണ്. അത് കസ്തൂരിയുടെ, അത് വേണമെങ്കിൽ പറയാം TRFിൻ്റെ, അത് ഇതിൻ്റെ ജയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഫ്രോണ്ടൽ ഓർഗനൈസേഷൻ മാത്രമായ TRFിൻ്റെ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് പറയുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ആർമി ചീഫ് പറഞ്ഞത് തൃണവൽഗണിച്ച് കാണാനാവില്ല. കാശ്മീർ ഞങ്ങളുടെ ജീവനാഡിയാണ്. അത് വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പാകിസ്ഥാൻകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്, പാകിസ്ഥാൻ എന്ന പദത്തിൻ്റെ അർത്ഥം P സ്റ്റാൻഡ്സ് ഫോർ പഞ്ചാബ്, പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം. A സ്റ്റാൻഡ്സ് ഫോർ അഫ്ഗാനിസ്ഥാൻ, അതായത് അഫ്പാക് മേഖലയിലെ ഖൈബർ പഖ്തൂൺഖ മേഖലയാണ്, പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്. K is a central word called Kashmir. ISTAN, ബലൂചിസ്ഥാൻ്റെ ഭാഗമാണ്. S stands for സിന്ധ്. അങ്ങനെ പഞ്ചാബ്, സിന്ധ്, ബലൂചിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ, അതായത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്. കാശ്മീർ എന്ന പാകിസ്ഥാൻ എന്ന പേരിൻ്റെ മധ്യ വാക്ക്, അതാണ് നെർവ് സെൻറ്റർ. അത് നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകാനാവില്ല എന്ന് പാകിസ്ഥാൻ സൈനിക തലവൻ, ആർമി ചീഫ് പറഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ പാകിസ്ഥാൻ ശ്രദ്ധയുണ്ട്. അവിടെ സോഫ്റ്റ് ടാർഗറ്റിനെ, അത് സാധാരണ ആളുകളെ 26 പേര് മരിച്ചത് അവരാരും തന്നെ സൈനികരായിരുന്നില്ല. എല്ലാവരും തന്നെ കാഴ്ച കാണാൻ വേണ്ടി പോയവരാണ്. കേരളത്തിൽ നിന്ന് പോയ ഒരാൾ, തമിഴ്നാട്ടിൽ നിന്നുണ്ട്, കർണാടകത്തിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്. അപ്പോൾ പാൻ ഇന്ത്യയാണ്. അത് മാത്രമല്ല 2 വിദേശികൾ, ഒരാൾ ഇറ്റലിയിൽ നിന്നും ഒരാൾ ഇസ്രയേലിൽ നിന്നും, അതുപോലെ നേപ്പാളിൽ നിന്നും. അപ്പോൾ ഒരു ട്രാൻസ്നാഷണൽ ഗ്ലോബൽ ഒരു ഓഡിയൻസ് ഉണ്ടാകും ഈ വാക്കിന്, ഈ ഒരു കാര്യത്തിന്. അത് മാത്രമല്ല JD വാൻസിൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ തന്നെ, മുൻപ് ബിൽ ക്ലിൻ്റൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇതേ സമാനമായ സിഖുകാരെ, ഏതാനും പേര് അവിടെ സിഖുകാരെ കൂട്ടക്കൊല ചെയ്തതിന് സമാനമായ രീതിയിൽ അതിനേക്കാൾ ഭീകരമായ ആക്രമണം. അതുപോലെ ഇന്ത്യയും സൗദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഇവർക്കൊരിക്കലും വലിയ ആശങ്ക ഉണ്ടാക്കുന്നു, ലേശം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം സൗദി അറേബ്യയുടെ കാശ്മീർ നയം ഇന്ത്യ അനുകൂലമാണ്. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അത് തർക്കപ്രദേശമല്ല എന്നും പാകിസ്ഥാൻ പറയുന്നത് അവിഭാജ്യ ഘടകമല്ല, തർക്കപ്രദേശമാണ്, നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം
ഇന്ത്യ പറയുന്നത് എന്താണ്? നോ ഡിസ്കഷൻ ഓൺ കാശ്മീർ. ഞങ്ങളുടെ പറമ്പാണ്, ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളുടെ ഭൂമിയാണ്. ഞങ്ങൾ എന്തിന് നിങ്ങളുമായി കാശ്മീരിനെ കുറിച്ച് സംസാരിക്കണം? വേണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ അത് ജിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ മേഖലയെക്കുറിച്ചാണ്. കാരണം അത് പാക് ഓക്യുപ്പൈഡ് കാശ്മീരാണ്. അല്ലാതെ മറ്റ് ഇന്ത്യയുടെ ശ്രീനഗർ വാലിയെക്കുറിച്ച്, ജമ്മുവിനെ കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കാനില്ല. ഇന്ത്യയുടെ നിലപാടാണ്. ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്ന സൗദിയുടെ നിലപാട്. അതിനോടുള്ള റിജക്ഷൻ കൂടിയാണ് ഈ ടൈം തിരഞ്ഞെടുക്കുക, മോദിയുടെ സൗദി സന്ദർശന വേള തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമായി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വിദേശ ടൂറിസ്റ്റുകളുടെ ഒരു വരവ് തടയുക എന്നുള്ള ലക്ഷ്യവും ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഉറപ്പായിട്ട് ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ടത് മിനി സ്വിറ്റ്സർലൻഡ് എന്ന പഹൽഗാം പിന്നെ പറയുന്നത്, പ്രത്യേകിച്ച് ആ പുൽമേടുകളുണ്ടല്ലോ, ആ പുൽമേട്, ബൈസറൻ പുൽമേടുകൾ, നമ്മുടെ രാമക്കൽ മേടൊക്കെ പോലെയുള്ള ഒരുപാട് കാറ്റടിക്കുന്ന നല്ല തുറസായ സ്ഥലം, പുൽമേടുകൾ. ആ പുൽമേടുകൾ ചുറ്റും അതിർത്തി പോലെ വലിയ കോണിഫറസ് ഫോറസ്റ്റ്, പൈൻ ഫോറസ്റ്റുകളാണ്. ഡീപ്പ് ഡെൻസ് പൈൻ ഫോറസ്റ്റ്. അതിലേക്കൂടെ നടക്കാൻ സാധിക്കും. കുറേയൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തീവ്രമായ വനമാണ്. അപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു 6 കിലോമീറ്റർ മാത്രമാണ് പഹൽഗാമിൽ നിന്നുള്ള ദൂരമെങ്കിലും ഈ പറയുന്ന ബൈസറൻ വാലിയിലേക്ക്. പക്ഷേ എത്തിപ്പെടണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടിവരും. കുതിരപ്പുറത്ത്, കുതിര എന്ന് പറഞ്ഞാൽ പോണിയാണ്, ചെറിയ കുതിര, കുതിരപ്പുറത്തും മറ്റ് ചില റിക്ഷോകൾ ഉപയോഗിച്ചും അതൊക്കെ ചുമ്മിയും ഒക്കെയാണ് ആളുകളെ എത്തിക്കുന്നത്. ട്രക്കിംഗ് ആയി എൻജോയ് ചെയ്ത് നടന്നു വരുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, പ്രകൃതി ആസ്വദിക്കാനായി വരുന്ന ആളുകൾ, അത് പലരും വിദേശത്തു നിന്നാണ്. സാർ സൂചിപ്പിച്ചതുപോലെ വിദേശ സഞ്ചാരികളാണ്. ദേ ബ്രിങ് പ്രഷ്യസ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇത് കാശ്മീർ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ടൂർ ഓപ്പറേറ്റേഴ്സ് അവരുടെ ചാർട്ട് ലിസ്റ്റിൽ ഹൈ പൊസിഷൻ കൊടുക്കൂ. അങ്ങനെയാണ് ബുക്കിംഗ് വരുന്നത്. ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഹോട്ടൽ ഉണ്ടാകൂ. ഹോട്ടൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സാധാരണ ആളുകളാണ്, കാശ്മീരിലെ സാധാരണക്കാരാണ് ഹോട്ടൽ ഉടമകൾ. നമുക്ക് പോയി ഇപ്പോൾ സാറിനോ എനിക്കോ കാശ്മീരിൽ പോയി ഭൂമി വാങ്ങാനാവില്ല. ഇപ്പോൾ ഈ കസ്തൂരി പറയുന്നത് എന്താണ്? പാകിസ്ഥാൻ ജനതയോടും കാശ്മീർ ജനതയോടും പറയുന്നത് എന്താണ്? 85,000 പേര്. തെറ്റായ കണക്കുകളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത് ഒരു അയഥാർത്ഥ കണക്കാണെങ്കിലും പറയുമ്പോൾ ശരിയാണെന്ന് തോന്നിപ്പോകും. 85,000 പേരാണ് ഓരോ വർഷവും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി കാശ്മീരിൽ ടൂറിസ്റ്റുകൾ എന്ന വ്യാജേന വന്ന് അനേകർ വരും, ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. 85,000 പേര് അവിടെ തന്നെ അങ്ങ് തങ്ങുകയാണ് പല കെയർ ഓഫിൽ. അങ്ങനെ കാശ്മീരിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് പൂർണ്ണമായി തകരും. കാശ്മീരികൾ കാശ്മീരിൽ ന്യൂനപക്ഷമായി മാറും. ഇത് ശരാശരി കാശ്മീരിയുടെ മനസ്സിനെ വല്ലാതെ ഒന്ന് ഉലയ്ക്കും. അതുകൊണ്ടാണ് തിരഞ്ഞുപിടിച്ച് ഈ സന്ദർശകരെ തിരഞ്ഞുപിടിച്ച് അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലുമാണ്. വാട്ട് റിലിജ്യൻ ഡു യു ബിലോങ് ടു? ആർ യു എ മുസ്ലിം എന്ന് ചോദിക്കുമ്പോൾ നോ, ഐ എം നോട്ട് എ മുസ്ലിം എന്ന് പറയുന്നവരെ പോയിന്റ് ബ്ലാങ്കിൽ AK-47 കൊണ്ട് നിറയൊഴിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സ്ത്രീകളെ വെറുതെ വിട്ടു. പ്രധാനമായും ക്രോസ് ഫയറിൽ ചിലരൊക്കെ മരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. അതുകൊണ്ടാണ് പറയുന്നത് കാശ്മീർ ഈസ് ബേണിംഗ് എന്നത് പാകിസ്ഥാൻ ലോകത്തോടായി പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഡോണ്ട് ഗോ ടു കാശ്മീർ, വെരി അൺസേഫ്. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അവിടുത്തെ ആളുകളാണ് വലിയ തോതിൽ പിന്നെ ഒരു ഇൻഡിഫാഡ. ഇത് മൊത്തം അവിടെ വിപണിയെ മുഴുവൻ ബാധിക്കുന്നു, ടൂറിസത്തെ ബാധിക്കുന്നു. ഇനി ഇത് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരികയാണെന്നുള്ളത് അല്പം ദുഷ്കരമായ ഒരു കാര്യമാണ്. ഇനി വേണ്ടത് കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ആണ്. ഇപ്പം തന്നെ കാശ്മീരിനുള്ളിൽ ശരാശരി കാശ്മീരികൾ വലിയ സന്തോഷത്തിലായിരുന്നു. അവരുടെ അടുപ്പിൽ തീ പുകയുകയാണ് കുറെ കാലത്തിന് ശേഷം. ഇപ്പോൾ ആ കഞ്ഞിയിലാണ് കാശ്മീരിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളായ കാശ്മീരികളുടെ കഞ്ഞിയിൽ ലോഡ് കണക്കിന് മണ്ണ് വാരി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എലി പൂച്ചയെ തട്ടി കളിക്കുന്ന പോലെയാണ്. പക്ഷേ എലിക്കതൊരു കൗതുകമല്ല. സ്വന്തം ജനത, പാകിസ്ഥാൻ്റെ ജനതയല്ലത്, ഇന്ത്യയുടെ ജനത, കാശ്മീരിൻ്റെ ജനത, ആ ജനതയുടെ കണ്ണുനീരാണ് ഇവിടെ ചർച്ചാ വിഷയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.